നമസ്കാരം. ചന്ദ്രൻ എന്ന ഭൂമിയുടെ സ്വാഭാവിക ഉപഗ്രഹം സൂര്യനോളം തന്നെ ഭൂമിക്ക് വേണ്ടപ്പെട്ടവനാണ്. ഒരിക്കൽ ഭൂമിയുടെ തന്നെ ഭാഗമായിരുന്ന ഒന്നായാണ് ചില ആസ്ട്രോഫിസിസ്റ്റുകൾ ചന്ദ്രനെ കാണുന്നത്. ചൊവ്വയോളം വലുപ്പമുള്ള ഒരു വസ്തു ശതകോടി വർഷങ്ങൾക്ക് മുൻപ് ഭൂമിയിൽ വന്നിടിക്കുകയും ഇടിയുടെ ആഘാതത്തിലുണ്ടായ അവശിഷ്ടങ്ങൾ കൂടിച്ചേർന്ന ചന്ദ്രനായി മാറുകയും ചെയ്തുവെന്നാണ് അവർ വാദിക്കുന്നത്. എന്തായാലും മനുഷ്യരാശിക്കും ഭൂമിയിലെ മറ്റ് ജീവജാലങ്ങൾക്കും ചന്ദ്രനില്ലാത്ത ഒരു ഭൂമിയില്ല. എന്നാൽ പെട്ടെന്ന് ചന്ദ്രൻ അങ്ങ് ഇല്ലാതായാലോ? വെറുതെ ഒന്ന് സങ്കല്പിച്ചു നോക്കുക. അങ്ങനെ ഒരു ലോകത്തെ സങ്കല്പിക്കാൻ അല്പം ബുദ്ധിമുട്ട് തന്നെയായിരിക്കും. ചന്ദ്രൻ അപ്രത്യക്ഷമായാൽ ഈ ലോകത്തിന്റെ ഗതി എന്തായിരിക്കുമെന്ന് ഒന്ന് നോക്കാം. യഥാർത്ഥത്തിൽ ചന്ദ്രൻ അപ്രത്യക്ഷമാകുമോ ഇല്ലയോ എന്നാണ് പ്രധാന ചോദ്യം. എന്തായാലും അതിനുള്ള സാധ്യതകൾ വളരെ 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 വിരളമാണ്. ഇനി അങ്ങനെ ഒരു പ്രതിഭാസം സംഭവിക്കണമെങ്കിൽ ചന്ദ്രന്റെ രൂപീകരണത്തിന് കാരണമായി എന്ന് കരുതും പോലെയുള്ള അതിഭീകരമായ ഒരു ഇടിയുടെ ആഘാതത്തിൽ ചന്ദ്രൻ ചിതറിപ്പോകണം. അത്രയും വലിയൊരു ആകാശ വസ്തുവിനെ ചന്ദ്രനെ ആ രീതിയിൽ ഛിന്ന ഭിന്നമാക്കാൻ കഴിയുകയുള്ളൂ. എന്തായാലും ഭാഗ്യവശാൽ അത്രയും വലിയ വസ്തുക്കളൊന്നും നമുക്ക് ചുറ്റുമില്ല. സൂര്യനും മറ്റ് ഗ്രഹങ്ങളും അത്തരം വസ്തുക്കളെല്ലാം തന്നെ സൗരയുദ്ധത്തിൽ നിന്നും അകറ്റി നിർത്തുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ചന്ദ്രനെ തകർക്കാൻ സൗരയുദ്ധത്തിന് പുറത്തുനിന്നുള്ള ഒരു വസ്തു തന്നെ വരേണ്ടിയിരിക്കുന്നു. ഇനി അഥവാ അങ്ങനെ സംഭവിച്ചാൽ ഭൂമിയിൽ എന്തെല്ലാം മാറ്റങ്ങൾ സംഭവിക്കുമെന്ന് നോക്കാം. ചന്ദ്രൻ അപ്രത്യക്ഷമായാൽ ഭൂമിയിൽ ഭൗതികമായി ഉണ്ടാക്കുന്ന ഏറ്റവും വലിയ പ്രത്യാഘാതം കടലുകളിലായിരിക്കും. സൂര്യനും ചന്ദ്രനും ഭൂമിയുടെ മേൽ ചെലുത്തുന്ന ഗുരുത്വാകർഷണത്തിന്റെ ഫലമാണ് കടലിലെ തിരമാലകൾ. തിരമാലകളാണ് തീര ആവാസ വ്യവസ്ഥകളുടെ ആധാരം. തിരമാലകൾ ഇല്ലാതായാൽ അത്തരം ആവാസ വ്യവസ്ഥകൾ പൂർണ്ണമായോ ഭാഗികമായോ ഇല്ലാതായേക്കാം. മനുഷ്യരുൾപ്പെടെയുള്ള ജീവിവർഗത്തെ ഇത് സാരമായി തന്നെ ബാധിക്കും. കൂടാതെ തീരദേശ രൂപീകരണത്തിലും തിരമാലകൾക്ക് വലിയ പങ്കാണുള്ളത്. തിരമാലകൾ ഇല്ലാതാകുന്നതോടെ തീരങ്ങളുടെ അവസ്ഥ എന്താകുമെന്ന് കണ്ടറിയേണ്ടിയിരിക്കുന്നു. സമുദ്രത്തിന്റെ മൊത്തത്തിലുള്ള താപനില നിർണ്ണയിക്കുന്നതിലും തിരമാലകളുടെ പങ്ക് വളരെ വലുതാണ്. ആഴങ്ങളിലുള്ള തണുത്ത ജലം തിരമാലകളിലൂടെ തീരത്തേക്ക് വലിച്ചെറിയപ്പെടുകയും അങ്ങനെ അത് ചൂടുപിടിക്കുകയും ചെയ്യുന്നുണ്ട്. ഇതുകൂടാതെ സമുദ്രജല പ്രവാഹത്തിലും തിരമാലകൾ പ്രധാനപ്പെട്ട പങ്കാണ് വഹിക്കുന്നത്. കടൽക്കാറ്റിൻ്റെ ദിശ തീരുമാനിക്കുന്നത് വഴി തീരദേശ കാലാവസ്ഥയിലും തിരമാലകൾ ഒരു പങ്ക് വഹിക്കുന്നുണ്ട്. കടൽ തിരമാലകൾ പെട്ടെന്ന് അപ്രത്യക്ഷമാകുന്നത് ഇവയെ എല്ലാം തന്നെ സാരമായിട്ടായിരിക്കും ബാധിക്കാൻ പോകുന്നത്. അത് ഭൂമിയിൽ ഒന്നാകെയുള്ള ഊർജ്ജ താപ വിതരണത്തെയും ബാധിക്കും. ലോകത്തിൻ്റെ പലയിടങ്ങളിലും കാലാവസ്ഥാ മാറ്റവും താപനില മാറ്റവും ഉണ്ടാകും. ചന്ദ്രൻ അപ്രത്യക്ഷമായാലുള്ള മറ്റൊരു പ്രതിസന്ധി ഭൂമിയുടെ അച്ചുതണ്ടിൻ്റെ ചരിവിലുള്ള മാറ്റമായിരിക്കും. കുറച്ചു കാലം കൊണ്ടേ ഇത് പ്രത്യക്ഷമാവുകയുള്ളൂ എങ്കിലും വളരെ വലിയ മാറ്റമാണ് ലോകത്ത് അതുമൂലം സംഭവിക്കാൻ പോകുന്നത്. അതുമൂലം കാലാവസ്ഥകൾ അപ്രത്യക്ഷമാവുകയും ധ്രുവങ്ങളുടെ സ്ഥാനങ്ങൾ മാറുകയും ഒക്കെ ചെയ്യാം. ഇങ്ങനെയൊക്കെ സംഭവിച്ചാൽ ഭൂമി ജീവൻ അനുയോജ്യമായ സ്ഥലമല്ലാതായി തന്നെ മാറും. ഭൂമിയിലെ പല ജീവജാലങ്ങളും ആവാസ വ്യവസ്ഥകളും ചന്ദ്രനെ ആശ്രയിച്ചാണ് കഴിയുന്നത്. ചില ജീവിവർഗങ്ങളുടെ ജീവിതചക്രം അല്ലെങ്കിൽ സ്വഭാവങ്ങൾ എന്നിവയെല്ലാം ചന്ദ്രനെയും ചാന്ദ്രചക്രത്തെയും ആശ്രയിച്ചാണ് ഇരിക്കുന്നത്. ഉദാഹരണത്തിന് ചില പക്ഷികൾ ദേശാടനം നടത്തുന്നത് നിലാവിനെ ആശ്രയിച്ചാണ്. രാത്രി ജീവികൾക്കും രാത്രികാലത്ത് ഇര തേടുന്ന ജീവികൾക്കും വെളിച്ചമേകുന്നത് ചന്ദ്രനാണ്. ചന്ദ്രനുമായി മനുഷ്യർക്ക് അഭേദ്യമായ ബന്ധമാണ് ഉള്ളത്. ഭൂമിയിലല്ലാതെ മനുഷ്യൻ്റെ കാൽപ്പാട് പതിഞ്ഞ മറ്റൊരിടം ഈ പ്രപഞ്ചത്തിൽ ചന്ദ്രനാണ്. അതുകൊണ്ട് തന്നെ ചന്ദ്രൻ അപ്രത്യക്ഷമായാൽ അത് മനുഷ്യൻ്റെ ബഹിരാകാശ സ്വപ്നങ്ങൾക്ക് തിരിച്ചടി തന്നെയാകും. മാത്രമല്ല ഭൂമിയുടെയും സൗരയുദ്ധത്തിൻ്റെയും ഉത്ഭവത്തെക്കുറിച്ച് അറിയാനുള്ള വലിയൊരു സ്രോതസ്സാണ് ചന്ദ്രൻ. ചന്ദ്രൻ അപ്രത്യക്ഷമായാൽ ആ പ്രതീക്ഷകളും മങ്ങും. സാംസ്കാരികമായും ചന്ദ്രൻ മനുഷ്യരാശിയോട് ഏറെ ബന്ധപ്പെട്ടിരിക്കുന്നു. പല മനുഷ്യ സംസ്കാരങ്ങളിലും ചന്ദ്രനുമായി ബന്ധപ്പെട്ട പല കഥകളും വിശ്വാസങ്ങളും ആചാരങ്ങളും എല്ലാം തന്നെ അടിയുറച്ചിരിക്കുന്നുണ്ട്. ചാന്ദ്രമാസവും കലണ്ടറും അടിസ്ഥാനമാക്കിയുള്ള നിരവധി സംസ്കാരങ്ങൾ ലോകത്തുണ്ട്. ഒരു നാൾ ചന്ദ്രൻ അപ്രത്യക്ഷമായാൽ അത്തരം ആചാരവിശ്വാസങ്ങളെല്ലാം തന്നെ അതോടൊപ്പം ഇല്ലാതാകും. എന്തായാലും നമ്മൾ ജീവിച്ചിരിക്കുമ്പോൾ അങ്ങനെയൊന്നും ചന്ദ്രൻ നമ്മളെ വിട്ടു പോകില്ല എന്ന് തന്നെ വിശ്വസിക്കാം.